അപ്പോൾ ഗൈസ് ഞങ്ങൾ അനുഷേൻ്റെ എൻഗേജ്മെൻറ്റിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കാറൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പോലെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. ഞങ്ങൾ മഞ്ചേരി കസവ് കേന്ദ്രയ്ക്കാണ് പോകുന്നത്. എന്താകും എന്തോ, ഞങ്ങളൊക്കെയാണ് സെലക്ട് ചെയ്യാൻ പോണത്. നോക്കി നോക്കാം. ഞാൻ അതൊക്കെ പറയാണ്ട് എൻഗേജ്മെന്റിനും ഡ്രസ്സ് എടുക്കാൻ പോവല്ലേ? അന്ന് സെലക്ട് ചെയ്യില്ലേ? സെറ്റ്. ഇതിപ്പോൾ വീട്ടുകാരൊന്നും ഉൾക്കൊള്ളിക്കാതെ ഈ പോക്ക് എന്താ അറിയോ, അവൾക്ക് ഞങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഒരേ വാശി. ഞങ്ങൾ അവൾക്ക് ഭയങ്കര വിശ്വാസമാണ്, കോൺഫിഡൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് കണ്ടറിയാം എൻഗേജ്മെന്റുകൾ. ഞങ്ങൾ ഉദ്ദേശം എന്താ വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ലുക്കിൽ ഓളെ കിട്ടും വേണം. ഓളങ്ങനെ പൊതുവെ ഇങ്ങനത്തെ ഡ്രസ്സോ കാര്യങ്ങളോ മേക്കപ്പോ ഒന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സിൽ കാണാനും മേക്കപ്പിൽ കാണാനും ഒരു പ്രത്യേക താല്പര്യം തന്നെ പോലും. ഞങ്ങളൊക്കെ അത് കാണാൻ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങളെപ്പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആർക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഔട്ട്ലുക്ക് ഓളെ എൻഗേജ്മെൻറ്റ് ഞങ്ങൾ കാണിച്ചു തരും. അഞ്ഞ് മതിയാണ്, വയറിന് സുഖമില്ല എന്നൊക്കെ കിട്ടും. മിർഷാൽ ഇപ്പോൾ തന്നെ ചിക്കൻ ബിരിയാണി വേണം പറഞ്ഞിട്ട് കയറ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ സ്റ്റിച്ചിങ്ങിന് അവിടെ തന്നെ കൊടുക്കുക ചെയ്തത്. ഇതിന് മുന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റിച്ചിങ്ങിനും കൊടുത്തു. മോഡലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കംപ്ലീറ്റ് ലുക്ക് എന്താവും എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാൻ വേണം. 26-ാം തീയതിയാണ് അവർ സ്റ്റിച്ച് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ ബസ്സിന് വന്നാൽ മൂഞ്ച് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ കാർ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പെരും മഴ തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ കൂടെ വന്നതിന് ഞങ്ങൾക്ക് ഫുഡ് വാങ്ങി തരാറുണ്ട്. അപ്പോൾ ഗീസിൻ്റെ അടുത്തത് ഫുഡ് ലക്ഷ്യമാക്കിയുള്ള പോക്കാണ് കേട്ടോ. നല്ലൊരു ബിരിയാണി കഴിക്കാന്നുള്ളതായിരുന്നു പ്ലാനിങ്. അപ്പം എന്നാൽ ഫസ്റ്റ് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ കാണാനൊക്കെ. കയറി ചെന്നപ്പോൾ തന്നെ അവിടെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ മീൻ ഇങ്ങനെ ഐസിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടെന്ന് കാണാൻ. പിന്നെ മിററിൽ കുറേ പേഴ്സണൊക്കെ നടത്തി. ബിരിയാണി കഴിക്കാൻ കുറേ ദിവസമായിട്ട് പൂതിയായിട്ടുണ്ട്. ബിരിയാണി എന്നിട്ട് ഞങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏട്ടന് പിന്നെ ബിരിയാണി വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഏട്ടന് സാധാ ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടുകറിയും മസാലക്കറിയും സാമ്പാറും മോരും പായസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് ഏട്ടൻ കൂന്തൽ റോസ്റ്റായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കുന്നതിന് മുന്നേ ഏട്ടൻ്റെ അതിൽ നിന്ന് ഞാനൊരു ഉരുള വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. പിന്നെ ബിരിയാണി തിന്നിട്ട് പോകുന്നേ ഉണ്ടായിരുന്നില്ല. എന്തായാലും പിന്നെ ബിരിയാണി എങ്ങനെയൊക്കെ കഴിച്ചെടുത്ത് പിന്നെ ഞങ്ങളൊരു ഡെസേർട്ടും കൂടി വാങ്ങിയിട്ട് അതുകൂടി കഴിച്ച് അവിടെ നിന്ന് പോകുന്നു കേട്ടോ.